ഉള്ളൊലിക്കുന്ന നോക്കുക, ഈ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന കുക്കറും ചെരുപ്പും പാത്രങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട് ആ ക്യാബിനകത്ത് നിന്ന്. പാത്രങ്ങൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, അരിയാണെന്ന് തോന്നുന്നു, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. തിരിച്ച് എത്തുന്ന ദിവസത്തിൻ്റെ 2 ദിവസം മുൻപാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതെ, അരി തന്നെയാണ് പാചകം സ്വയം. കാരണം ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത്, ഈ ഷിരൂർ അങ്കോല ഭാഗത്തൊക്കെ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഈ ലോറി ഡ്രൈവർമാർ ഈ ലക്ഷ്മണൻ്റെ കടയ്ക്ക് അടുത്ത് നിന്നാണ് കുളിയും അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം പാകം ചെയ്തതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഈ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അരിയും മറ്റ് സാധനങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്രയും സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ്. ഓരോ കരുതലാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ. അത്രമേൽ കരുതി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ, അതാണ് അർജുൻ. നമുക്ക് പ്രിയപ്പെട്ട അർജുനാണ് ഓർമ്മയാകുന്നത്. വെള്ളക്കുപ്പി, ഒരു ചെരുപ്പ്, പ്രഷർ കുക്കർ, ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അതൊക്കെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. സാരംഗ് സുരേഷ് അവിടെ തുടരുന്നുണ്ട്. സാരംഗ്, എത്രമേൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കണ്ണ് നിറയും, ഉള്ളു പിടയും. അതേ ആര്യ, നമുക്ക് ഇവിടെ കാണാം. പലപ്പോഴായി പല വീഡിയോകൾ വന്നിരുന്നു. അർജുൻ യാത്ര ചെയ്യുന്ന സമയത്ത് കൂട്ടുകാരോടൊപ്പം ഭക്ഷണം പാകം ചെയ്യുന്ന വീഡിയോ ഒക്കെ തന്നെ ദുരന്തത്തിന് ശേഷം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ കണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ ബാക്കി പത്രം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരുപക്ഷെ അർജുൻ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അതുപോലെ അരി, അതുപോലെ സവാള, അതുപോലെ അത്യാവശ്യം നമ്മളെ യാത്രയ്ക്കൊക്കെ ഇടനീളം ഇതുപോലെ ദീർഘദൂര യാത്ര ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാർ എപ്പോഴും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന അത്യാവശ്യം വേണ്ട വസ്തുക്കൾ പോലും ഇപ്പോൾ ഇവിടെ കിട്ടുന്നു, അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇതുപോലെ തന്നെ നമ്മൾക്ക് നേരത്തെ നമ്മൾ കണ്ടു. കാരണം അർജുനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഓർമ്മയുടെ അടയാളങ്ങൾ തേടിയിരുന്ന ആ ഒരു കുടുംബത്തിന് ഇപ്പോൾ വലിയ തോതിൽ തന്നെ മകൻ്റെ കളിപ്പാട്ടമടക്കം അർജുൻ്റെ വസ്ത്രങ്ങളടക്കം ഒട്ടേറെ വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കുന്നു. ഇപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി കാണാൻ സാധിക്കാം. അകത്തൊരു ചെറിയ ഫാനുണ്ട്. ഒരു പക്ഷേ അർജുൻ വിശ്രമിക്കുന്ന സമയത്തൊക്കെ തന്നെ പിറകിൽ കിടക്കാൻ സാധിക്കുമായിരുന്നൊരു ഭാഗത്തെക്കുറിച്ചൊക്കെ തന്നെ പലപ്പോഴും പറഞ്ഞിരുന്നു. ഈ ട്രക്കിനെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ വാഹനോടമയുടെ സഹോദരനായ കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ അവർ വാഹനത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും പരിശോധിക്കണം എന്നുള്ളൊരു ഉറപ്പ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു വാഹനത്തിലെ ആ ഒരു സ്റ്റീരിയോ ഇളക്കി മാറ്റി പരിശോധന നടത്താൻ ശ്രമിക്കുകയാണ് അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിൻ. വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഭൗതിക ശേഷിപ്പുകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത അവർ ഇപ്പോഴും പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു അനുസൃതമായ ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന് ഇനി അർജുൻ വിടവാങ്ങി എന്നത് വലിയൊരു വേദനയായി ശേഷിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിന് ഏറ്റവും ഒടുവിൽ ആശ്വാസം പകരുന്ന ഒരു ചെറിയ തോതിൽ ആശ്വാസം പകരുന്ന, അല്ലെങ്കിൽ അർജുനെ കുറിച്ചുള്ള ആ ഒരു അനിശ്ചിതത്വത്തിന്, ആ ഒരു കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും നമ്മൾക്ക് ഇപ്പോൾ നേരിട്ട് കാണാൻ സാധിക്കുന്നത്. ആര്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാരണം ഒട്ടേറെ ദിവസങ്ങളായി നമ്മളും ഷിരൂരിലുണ്ട്. ഞാനടങ്ങുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ വലിയൊരു വിഭാഗം പലതവണയായി ഷിരൂരിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ച് പോലും പറയുകയാണെങ്കിൽ അർജുൻ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെയായിരുന്നു, നമ്മുടെ ഒരു സഹോദരനായിരുന്നു. അപ്പോൾ നമ്മൾക്ക് പോലും പലപ്പോഴും ഈ കാഴ്ചകൾ കാണുമ്പോൾ പലപ്പോഴും തൊണ്ടയിടറുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്. അപ്പോൾ അർജുൻ്റെ കുടുംബാംഗങ്ങൾക്ക് അവർക്കിപ്പോൾ നേരിടേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് കൃത്യമായി ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആര്യ, തീർച്ചയായും. കാരണം ഇന്ന് അർജുൻ എന്നുള്ള പേര് ഇതൊക്കെ കൊണ്ടുവന്ന് പോകണം, എല്ലാം കൊണ്ടുപോകണം. അതിപ്പോൾ ഉള്ളത് കൊണ്ട് ഇപ്പം കാർവാറിലേക്ക് പോകണം, SP പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് നാട്ടിലേക്ക് പോകണം, കാർവാറിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന്. DNA റിസൾട്ട് വന്നാൽ അപ്പം തന്നെ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ മോന് ഇത് ഏട്ടൻ്റെ ഏറ്റവും നല്ല ഓർമ്മയാണിത്. കാരണം ഇത് ഏട്ടൻ വീട്ടിൽ നിന്ന് മോൻ്റെ കൂടെ കളിക്കുന്നത് ഞാൻ കാണുന്നതാണ്. ഞാനൊരു ലാസ്റ്റ് ഈ മാസം തന്നെ, അതായത് ജൂലൈ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് മോനും ഏട്ടനും കൂടി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓർമ്മയ്ക്ക് ഇതിനെക്കാട്ടും നല്ലൊരു സാധനം എനിക്കില്ല. എനിക്കല്ല, എല്ലാവർക്കും.
പ്രയാസപ്പെടുന്നുണ്ട് പറയാൻ. അത് നമ്മൾ കേട്ട വാക്കുകൾ, അത് അർജുൻ്റെ സഹോദരൻ അഭിയുടെ വാക്കുകളാണ്. തല താഴ്ത്തി അത് ആ ലോറി പിടിക്കുമ്പോൾ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. സഹോദരൻ്റെ ഏട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മയാണ് ഈ കളിപ്പാട്ടമെന്ന്. കാരണം അത്രയും ദൈർഘ്യമുള്ള യാത്രകൾക്ക് പോകുമ്പോൾ, ജോലിയുടെ ഭാഗമായി പോകുമ്പോൾ മകൻ കൂടെയുണ്ട്, എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കരുതലിന് വേണ്ടി, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, ആ ഒരു സ്നേഹത്തിന് വേണ്ടി കരുതിയ കളിപ്പാട്ടമാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കളിപ്പാട്ടം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മറ്റ് ആ ഭാരത് ബെൻസിൻ്റെ ആ ലോറിയൊക്കെ തകർന്ന് തരിപ്പണമായത് നമ്മൾ കണ്ടു. സ്റ്റിയറിംഗ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. പക്ഷെ ആ കളിപ്പാട്ടത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. മറ്റ് ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്ന പാത്രങ്ങൾ, പ്ലേറ്റുകൾ, പ്രഷർ കുക്കർ, അർജുൻ്റെ ഒരു ചെരുപ്പിൻ്റെ ഒരു ഭാഗം, വസ്ത്രങ്ങൾ, 2 മൊബൈൽ ഫോണുകൾ, ഒരു വാച്ച്, രേഖകൾ, ഇതെല്ലാം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ ക്യാബിനകത്ത് പരിശോധന, അതായത് തെരച്ചിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാരംഗ് സുരേഷ് തുടരുന്നുണ്ട്. സാരംഗ്, ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതിൽ അത് ജിതിനാണ് എന്തോ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണത്? ഇത് വാഹന ഭാഗത്തിൻ്റെ സ്റ്റീരിയോ അടങ്ങുന്ന ആ ഒരു ഭാഗമായിരുന്നു. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഒരു ഫാൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ AC-യുടെ വിൻഡോ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു എല്ലാ ഭാഗങ്ങളും തുറന്ന് പരിശോധിക്കണം എന്നുള്ള ആ ഒരു വാക്ക് അവർ വീണ്ടും പാലിക്കുകയാണ്. വാഹനത്തിനുടമകളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് വാഹനത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തുറന്ന് പരിശോധിക്കുകയാണ്. കാരണം എല്ലാ തരത്തിലും നമ്മൾ കണ്ടു, നമുക്ക് ശരീരം ആ ഒരു നല്ല രീതിയിലല്ല നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതിക ശേഷിപ്പുകൾ ഏതെങ്കിലും തരത്തിൽ വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യം വീണ്ടും പരിശോധിക്കേണ്ടതായുണ്ട്. ഇനി ഇതിന് ബന്ധുക്കളും അതുപോലെ തന്നെ അർജുൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സ്റ്റീരിയോ അടക്കമുള്ള വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ LNG അടക്കം ഉപയോഗിച്ചുകൊണ്ട് തുറന്ന് പരിശോധിക്കാനുള്ള ഒരു ശ്രമം, ആ ഒരു പരിശ്രമമാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വസ്തു കണ്ടെത്താൻ നമ്മൾക്ക് സാധിച്ചേക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇപ്പോൾ വാഹനത്തിനകത്ത് നിന്ന് തന്നെ ആ ഒരു ടൂൾ കിറ്റിനകത്തുള്ള LNGകൾ കണ്ടെടുത്താണ് ഇപ്പോൾ ആ ഒരു ഇൻറ്റീരിയർ ഭാഗം തുറക്കുന്നത്. ഇപ്പോൾ ജിതിനും അതുപോലെ തന്നെ വാഹനോടമയുടെ സഹോദരനായിട്ടുള്ള അർജുൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള ആളടക്കം ഇപ്പോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ആ ഒരു ക്യാബിൻ്റെ ഒരു ഭാഗമാണ്. ക്യാബിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വശവും ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭാഗമൊക്കെ തന്നെയാണ് നമ്മൾക്കിപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ആര്യ, ശരി. അർജുൻ്റെ തകർന്ന ലോറി 73-ാം ദിവസമാണ് നമ്മൾ ഗംഗാവല്ലിയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തി പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് അർജുന് പ്രിയപ്പെട്ട ഓരോ ഓർമ്മകൾ, ഓരോ വസ്തുക്കൾ നമ്മൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തിരികെ കിട്ടി, അർജുനെ ഒഴിച്ച്, അർജുൻ്റെ ജീവൻ ഒഴിച്ച് ബാക്കി എല്ലാ വസ്തുക്കളും നമുക്ക് തിരികെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.